വിശ്വാസിനികളായ ആളുകളെ സംബന്ധിച്ച്, പതിവ്രതകളായ ആളുകളെ സംബന്ധിച്ച് ആരോപണമുന്നയിക്കുന്നവർ, വ്യഭിചാരോപണം ഉന്നയിക്കുന്നവർ 4 സാക്ഷികളെ കൊണ്ടുവരാത്ത പക്ഷം 80 അടി അവർക്ക് ശിക്ഷയായി ലഭിക്കുമെന്നും ഒരു കാലത്തും അവരുടെ സാക്ഷിത്വം പോലും സ്വീകരിക്കുകയില്ല, അവർ തെമ്മാടികളാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചുവല്ലോ. വളരെ ഗൗരവമായ നിലയ്ക്ക് തന്നെ. എന്നാൽ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. അതിൻ്റെ പരിഹാരമാണിത്. ഭാര്യാഭർത്താക്കൾക്കിടയിൽ ഇങ്ങനെ ഒന്ന് സംഭവിച്ചാലോ? ഒരു ഭർത്താവ് കയറി വരുന്ന വേളയിൽ തൻ്റെ ഭാര്യയുടെ കൂടെ മറ്റൊരാളെ അയാൾ കാണുകയാണ്. അത്തരം സന്ദർഭങ്ങളിൽ അയാൾക്ക് 4 സാക്ഷികളെ തെരഞ്ഞു പോകാൻ പറ്റുമോ? എന്താണ് അയാൾക്കുള്ള പരിഹാരം? എന്ത് ചെയ്യണം? ഇത് സംബന്ധമായിട്ടുള്ള പരിഹാര മാർഗമാണ് ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആമുഖമായി ഇതിൻ്റെ അവതരണ പശ്ചാത്തലം നമ്മളൊന്ന് ഗ്രഹിച്ചു വെച്ചാൽ, ആയത്തിൻ്റെ അർത്ഥം പറയുമ്പോഴും അവയുടെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുമൊക്കെ കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി ഗ്രഹിക്കുവാൻ അത് സഹായകരമായി തീരും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് തന്നെ നടന്നിട്ടുള്ള ഒരു സംഭവം. ഒരാള്, വിഷയം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാൾ തൻ്റെ ഭാര്യയിൽ വ്യഭിചാരം ആരോപിക്കുകയാണ്. ഭർത്താവ് ആരോപിക്കുന്നത് ഭാര്യ വ്യഭിചരിച്ചിട്ടുണ്ട്. എന്നാലോ അവൾ അത് നിഷേധിക്കുകയും ചെയ്യാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അയാളാവട്ടെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യാണ്. അന്നേരം എന്താ ശരീഅത്തിൽ എന്തെങ്കിലും ഒരു വിധി വേണ്ടേ? ഇയാളെ 80 അടി അടിക്കണോ? എന്താ ചെയ്യേണ്ടത്? അയാൾ കണ്ണുകൊണ്ട് കാണുകയും ചെയ്തതാണ്. ഇത്തരം ഘട്ടങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇതിൽ വിധി പറഞ്ഞിട്ടുള്ളത്. ഭാര്യ ഗർഭിണിയാണ്. ആ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വവും ഭർത്താവ് നിഷേധിക്കുകയാണ്. അങ്ങനെയൊക്കെ പല കാരണങ്ങളാൽ ഇത് നടക്കും. സമൂഹത്തിൽ ഇന്നും നടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് ഒരിക്കൽ ഹിലാൽ ഇബ്നു ഉമയ്യത്ത് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. ഹിലാൽ ഇബ്നു ഉമയ്യത്ത് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നുകൊണ്ട് പരാതിപ്പെടുകയാണ്. തൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള വ്യഭിചാരോപണമാണ് അദ്ദേഹം നടത്തുന്നത്. ആളെയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരീഖ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, ശരീഖ് ബിൻ സഹ്മ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ചാണ്, അയാൾ തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്നതാണ് വിഷയം. നബി തങ്ങളോട് പറയാണ്, എങ്ങനെ എൻ്റെ ഭാര്യ ചെയ്തിരിക്കുന്നു, ഇയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അന്ന് ഈ വചനങ്ങൾ നമ്മൾ ഈ വായിച്ചിട്ടുള്ള അർത്ഥം പറഞ്ഞ് വിശദീകരിക്കാൻ പോകുന്ന സൂക്തങ്ങൾ അവതരിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുമ്പത്തെ സൂക്തങ്ങളെ അവതരിച്ചിട്ടുള്ളൂ. എന്ത്? ആരോപണം പറഞ്ഞയാൾ 4 സാക്ഷിയെ കൊണ്ടുവന്നില്ലെങ്കിൽ 80 അടി അടിക്കണം എന്ന് പറഞ്ഞില്ലേ? ആ നിയമമാണ് അന്ന് നിലവിലുള്ളത്. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിലാലിനോട് പറഞ്ഞു, അൽ ബയ്യിന ഔ ഹദ്ദുൻ ഫീ ലഹ്രിക്, തെളിവ് കൊണ്ടുവരണം, തെളിവ് കൊണ്ടുവരണം, അല്ലെങ്കിൽ നിന്റെ പുറത്ത് അടി വീഴും. ഹിലാൽ റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്യും? അദ്ദേഹം നബി തങ്ങളോട് പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇദാ റആ അഹദുനാ അലാ ഇംറഅതിഹി റജുലൻ യൻതലിഖു യൽതമിസുൽ ബയ്യിന. നബിയെ, എന്താണ് ഈ പറയുന്നത്? ഞങ്ങളിൽ ഒരാൾ അയാളുടെ ഭാര്യയുടെ സമീപത്ത് മറ്റൊരാളെ കണ്ടാൽ, ഒരു ജാരനെ കണ്ടാൽ,
ഞങ്ങൾ അവിടം വിട്ട് വേഗത്തിൽ പോയിട്ട് 4 ആളെ വിളിച്ചു കൂട്ടിയിട്ട് അത് കാണിക്കുകയാണോ വേണ്ടത്? നബിയെ, അങ്ങനെ ഞങ്ങൾ തെളിവുണ്ടാക്കാൻ വേണ്ടി പുറത്തേക്ക് അന്വേഷിച്ചു പോവുകയാണോ വേണ്ടത്? വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയാണല്ലോ. അങ്ങനെ ഞങ്ങൾ പുറത്തു പോയി വരുമ്പോഴേക്ക് ഇവിടെ സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കൂലേ? ഇനി അതല്ല, അങ്ങയുടെ മുമ്പിൽ ഇനി ഇങ്ങനെ ഈ ആരോപണം പറയുമ്പോ, ഈ തെറ്റു പറയുമ്പോ ശിക്ഷയുമാണ് നിങ്ങൾ പറയുന്നത്, എന്ത് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സങ്കടപ്പെടുകയാണ് ഹിലാൽ ഇബ്നു ഉമയ്യത്ത്. ആ നേരത്ത് ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അൽ ബയ്യിന വ ഇല്ലാ ഹദ്ദുൻ ഫീ ളഹിരിക. ഹിലാലെ, തെളിവ് കൊണ്ടുവരണം, ഇല്ലെങ്കിൽ നിന്റെ പുറത്ത് അടി വീഴും എന്ന് വീണ്ടും അള്ളാഹുവിന്റെ റസൂല് ആവർത്തിക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത് പറയാനല്ലേ വകുപ്പുള്ളൂ. കാരണം റബ്ബിന്റെ ശരീഅത്തിന്റെ നിയമത്തിൽ അവിടുത്തേക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു നിയമമുണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഈ ആയത്തുകൾ അവതരിച്ചിട്ടുമില്ല. അവതരിക്കപ്പെട്ട ആയത്തിലാവട്ടെ, ഒരാളെക്കുറിച്ച് ദുരാരോപണം പറഞ്ഞാൽ അത് ഭാര്യയെക്കുറിച്ച് ഭർത്താവോ, ഭർത്താവിനെ കുറിച്ച് ഭാര്യയോ ആര് പറഞ്ഞു എന്നുള്ളതിന്റെ പ്രത്യേക വിവേചന നിയമമൊന്നും അതിൽ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ആ നിയമമല്ലേ നബി തങ്ങൾക്ക് പറയാനൊക്കുകയുള്ളൂ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ് ഇന്നി ലസാദിഖുൻ. ഹിലാൽ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളോട് പറയാണ്, വല്ലദീ ബഅസക ബിൽ ഹഖ്, സത്യവുമായി അങ്ങയെ അയച്ചിട്ടുള്ള അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അങ്ങയോട് ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നി ലസാദിഖ്, ഞാൻ സത്യമാ നബി തങ്ങളെ പറയുന്നത്, ഞാൻ കളവല്ല പറയുന്നത്, 100% ഞാൻ സത്യം തന്നെയാണ് പറയുന്നത്. മാത്രമല്ല എനിക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട് എൻ്റെ കാര്യത്തിൽ. കാരണം എൻ്റെ മനസ്സ് എൻ്റെ റബ്ബിനറിയാം. അല്ലാഹു അവതരിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മായുബരിഉ ലഹിരീ മിനൽ ഹദ്ദി, അങ്ങ് പറഞ്ഞില്ലേ തെളിവ് കൊണ്ടുവരണം, അല്ലെങ്കിൽ തങ്ങളുടെ പുറത്ത് അടിയാണെന്ന് പറഞ്ഞില്ലേ. ആ ഹദ്ദ് എൻ്റെ പുറത്ത് നടപ്പാക്കാതിരിക്കാൻ എൻ്റെ റബ്ബ് എന്തെങ്കിലും ഒരു തീരുമാനം അവതരിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നബിയേ എന്ന് ഹിലാൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അതേ അത്ഭുതം നോക്കൂ നിങ്ങൾ. താമസം മിനാ ഫനസല ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ നബി തങ്ങളുടെ അടുത്തേക്ക് അവതരിക്കുകയാണ്. വ അൻസല അലൈഹി ഖൗലഹു തആല. അള്ളാഹിന്റെ ഈ ആയത്താണ്ട് ഓതി കൊടുക്കുകയാണ്. ഏതായത്ത്? ഇനി പറയാൻ പോകുന്ന ആയത്ത്. ഈ ആയത്തതാ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ പരിഹാരമായി കൊണ്ട് ഇറങ്ങുകയാണ്.